ക്രിസ്തുമസിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:10-14 വരെ. ക്രിസ്തുമസ് നമുക്ക് വലിയ ആനന്ദവും സമാധാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന തിരുനാളാണ്. ദൈവം സ്വന്തം ഹൃദയങ്ങളിൽ ജനിക്കുമ്പോഴുള്ള ഇമ്മാനുവേൽ അനുഭവവും അതുവഴി നമുക്ക് ലഭിക്കുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും അവർണ്ണനീയമാണ്. വലിയ പ്രതിസന്ധികളുടെ മധ്യേ പോലും നിറഞ്ഞു നിൽക്കുന്നതും അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി പകരുന്നതുമാണ് യേശു നൽകുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഈ ആനന്ദവും സമാധാനവും പ്രത്യാശയും അനുഭവപ്പെടണമെന്നില്ല. അവിടുത്തെ സ്നേഹിക്കുകയും അങ്ങുമായുള്ള ആത്മബന്ധത്തിലും വിശ്വാസത്തിലും വളരുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇതനുഭവിക്കാൻ കഴിയൂ. യേശു നേരിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്ന ഇതര മതസ്ഥർക്കാണ് ഈ ഇമ്മാനുവേൽ അനുഭവത്തിൻ്റെ സമാധാനവും ആനന്ദവും പ്രത്യാശയും കൂടുതൽ അനുഭവപ്പെടുന്നത്. ദൈവം തമ്പുരാൻ സകലരെയും യേശുവിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനായി ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് അഥവാ എൽദ പ്രകാശത്തിൻ്റെയും തിരുനാളാണ്. നമ്മെ അജ്ഞതയുടെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവിക അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദിവ്യപ്രഭയിലേക്ക് ആനയിക്കുന്ന തിരുനാൾ. ലോകത്തിൽ ഉദയം ചെയ്ത സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിപാടിൻ്റെ വെളിച്ചമായ ദൈവപുത്രൻ്റെ ദിവ്യപ്രഭയാൽ സ്വയം പ്രകാശിതരാകാനും സകലരെയും പ്രകാശിപ്പിക്കാനും ഈ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. തിരു അവതാരത്തിലൂടെ യേശുതമ്പുരാൻ നൽകുന്ന ദൈവിക വെളിപാടിൻ്റെ വെളിച്ചം വഴിയുള്ള അറിവും ജ്ഞാനവും ശാന്തിയും സമാധാനവും ആനന്ദവും പ്രത്യാശയുമെല്ലാം ക്രിസ്തുമസ് കാലയളവിൽ മാത്രമല്ല, ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാനയിലൂടെയും കർത്താവ് നമ്മിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ചു കേട്ട് പൂർണ്ണമായും സജീവമായും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നാൽ നമുക്കിത് അനുഭവവേദ്യമാകും. കർത്താവെ, പൂർണ്ണബോധ്യത്തോടെ അനുദിനം ഇവയെല്ലാം സ്വീകരിച്ചനുഭവിക്കാനും അനേകരെ ഇവയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും വഴികാട്ടി നയിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ആമേൻ.